Hello dear students, welcome back to report. നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബാച്ചിലർ ഓഫ് സയൻസ് പെർസ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നാട്ടിലുള്ള ഒരു കോളേജിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc എടുക്കുന്ന സമയത്ത് കിട്ടുന്ന അഡ്വാൻറ്റേജുകളെ കുറിച്ചും ഒപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ബാച്ചിലർ ഓഫ് സയൻസ് കോഴ്സുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. BSc ഫ്രം സെൻട്രൽ യൂണിവേഴ്സിറ്റി. നമുക്കൊരു എക്സാമ്പിളിന് വേണ്ടി ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെ എടുക്കാം. സോ മേജർ ആയിട്ടുള്ള ഡിഫറൻസ് നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? അത് നമുക്ക് അക്കാഡമിക് ആൻഡ് കരിയർ അഡ്വാൻറ്റേജസിലാണ് കാണാൻ സാധിക്കുന്നത്. സോ നിങ്ങൾ നാട്ടിലൊരു കോളേജ് ചൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ BSc എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്കാഡമിക് സെഷൻസ് ആണെങ്കിലും കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ നോക്കുകയാണെങ്കിലും ലാർജ് എമൗണ്ട് ഓഫ് അഡ്വാൻറ്റേജ് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഫ്രാസ്ട്രക്ചർ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ സയൻസ് ബേസ്ഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ലബോറട്ടറീസ് അഥവാ ലാബ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ലാബ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സയൻസ് ലാബ്സ് കാണാൻ സാധിക്കുന്നതാണ് ഫോർ ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്, ഇലക്ട്രോണിക്സ് എക്സെട്ര. ഇനി നമ്മൾ നാട്ടിലുള്ള ഒരു കോളേജ് ആണെങ്കിൽ മേ ബി ഡെമോ ബേസ്ഡ് ആയിട്ടുള്ള സെഷൻസ് നിങ്ങൾക്ക് ലാർജ്ലി അവൈലബിൾ ആവും. പക്ഷേ ഇവിടെ നമ്മൾ എന്താ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ സെഷൻസ് പ്ലസ് പ്രോജക്ട്സ് ലാബ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പെരിമെന്റ്സ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നത്. ഇനി ബെറ്റർ ആക്സസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് ഇൻസ്ട്രുമെന്റ്സിലേക്കുള്ള ഒപ്പം തന്നെ റീസെർച്ച് ഗ്രേഡ് എക്യുപ്മെന്റ്സ്, ലാബ് ടെക്നീഷ്യൻസ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫ്സ്, സോ ഇത്തരത്തിലുള്ള എല്ലാവിധ അവൈലബിലിറ്റീസും നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ കിട്ടുന്നതാണ്. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് റീസെർച്ച് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി അവിടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ലൈബ്രറീസ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് എടുത്ത് നോക്കാം. സോ ഒരു കോളേജിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് അവിടുത്തെ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുള്ളത്. നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നുണ്ട്. DU ഹാസ് എ ലാർജ് സെൻട്രൽ ലൈബ്രറി സിസ്റ്റം പ്ലസ് ഇൻഡിവിജ്വൽ കോളേജ് ലൈബ്രറീസ്. ഇനി ആക്സസ് എടുത്ത് നോക്കുകയാണെങ്കിൽ റീസെർച്ച് ജേർണലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് റീസെർച്ച് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടൊക്കെ നോക്കുന്ന സമയത്ത് ലാർജ് എമൗണ്ട് ഓഫ് ജേർണൽസ് ആവശ്യമായിട്ടുണ്ട്. സോ റീസെർച്ച് ജേർണൽസിലേക്കും ഒപ്പം തന്നെ സയൻസ് ഡാറ്റാബേസസിലേക്കും പിന്നെ നിങ്ങൾക്ക് ബുക്സ് ആൻഡ് ആർക്കൈവ്സിലേക്കും എല്ലാം എന്തുണ്ട്, ലാർജ് ആക്സസ് ഉണ്ട്. സോ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അടുത്തത് ഫാക്കൽറ്റി എക്സ്പോഷേഴ്സ് ആണ്. സോ ഫാക്കൽറ്റി എക്സ്പോഷറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാക്കൽറ്റി ആർ യൂഷ്വലി സെലക്ടഡ് ത്രൂ നാഷണൽ ലെവൽ റിക്രൂട്ട്മെന്റ്. അതായത് ഏറ്റവും മികച്ച അധ്യാപകരെ തന്നെയാണ് നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഫാക്കൽറ്റീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ദേ ആർ PhD ഹോൾഡേഴ്സ്. അവർക്ക് ഡോക്ടറൽ ഡിഗ്രി ഉള്ള ആൾക്കാരാണ്, ആക്റ്റീവ് റീസെർച്ചേഴ്സ് ആൻഡ് പ്രോജക്ട് സൂപ്പർവൈസേഴ്സ്. സോ ഇത്തരത്തിലുള്ള ഫാക്കൽറ്റി വരുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് വളരെ പാഷനേറ്റ് ആയിട്ട് പഠിച്ചു വരുന്ന ആൾക്കാരാണ്. ഒപ്പം തന്നെ റീസെർച്ച് ഓറിയന്റഡ് ആയിട്ട് നല്ല രീതിയിൽ ആ ഒരു സബ്ജക്റ്റിൽ റീസെർച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് സ്പെസിഫിക് സബ്ജക്ട്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ബൂസ്റ്റ് ചെയ്യാനും ഇവിടുന്ന് എന്ത് കിട്ടുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട് ത്രൂ ദീസ് ടീച്ചേഴ്സ്. ഇനി പിയർ ലേണിംഗ് കൾച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈലി കോമ്പറ്റീറ്റീവ് ആൻഡ് മോട്ടിവേറ്റഡ് പിയർ ഗ്രൂപ്പ്. ഒന്നാമത് നിങ്ങൾ CUT ത്രൂ ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ അഡ്മിഷൻ പോസിബിൾ ആവുന്നത്. സോ അവിടെ തന്നെ നല്ലൊരു കോമ്പറ്റീറ്റീവ് മൈൻഡുള്ള സ്റ്റുഡൻസ് ആണ് എത്തിച്ചേരുന്നത്. സോ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നിങ്ങളുടെ പഠനത്തിലാണെങ്കിൽ ആ കോമ്പറ്റീഷൻ കാണാൻ സാധിക്കുന്നതാണ്. സ്ട്രോങ് കൾച്ചർ ഓഫ് സ്റ്റഡി സർക്കിൾസ്, സയൻസ് സൊസൈറ്റീസ്, പിയർ ഡിസ്കഷൻ ഗ്രൂപ്പ്സ്. സോ ഇത്തരത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അക്കാഡമിക് ആക്ടിവിറ്റീസ് ബിയോണ്ട് ക്ലാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് എന്തൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് നോക്കാം. സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫാക്കൽറ്റി എക്സ്ചേഞ്ച് കാണാൻ സാധിക്കുന്നുണ്ട്. ജോയിന്റ് റീസെർച്ച് പ്രോജക്ട്സ്, കൊളാബറേറ്റീവ് വർക്ക്ഷോപ്സ് ആൻഡ് കോൺഫറൻസ്, ഒപ്പം തന്നെ സെമസ്റ്റർ എബ്രോഡ് അല്ലെങ്കിൽ ഷോർട്ട് റീസെർച്ച് വിസിറ്റും കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് മേജർ കോളേജുകളിലെ BSc പ്രോഗ്രാംസിനെ കുറിച്ച് നോക്കാം. സോ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. BSc ഹോണേഴ്സ് കെമിസ്ട്രി, BSc ഫിസിക്സ്, BSc ബോട്ടണി, BSc സുവോളജി, BSc മാത്തമാറ്റിക്സ്, BSc മൈക്രോബയോളജി ആൻഡ് BSc സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത്തരത്തിലാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ BHU എടുക്കുകയാണെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ BSc ഹോണേഴ്സ് കെമിസ്ട്രി, BSc ഫിസിക്സ്, BSc ബോട്ടണി, BSc സുവോളജി ആൻഡ് BSc മാത്തമാറ്റിക്സ്. ഇത്തരത്തിലുള്ള BSc കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ആണ്. ഇന്റഗ്രേറ്റഡ് BSc MSc കെമിസ്ട്രി, അതായത് 5 ഇയർ പ്രോഗ്രാം ആണ്. 5 ഇയർ ഇന്റഗ്രേറ്റഡ് MSc ഫിസിക്സ്, 5 ഇയർ ഇന്റഗ്രേറ്റഡ് MSc ബയോളജി, ഒപ്പം തന്നെ 5 ഇയർ ഇന്റഗ്രേറ്റഡ് MSc മാത്തമാറ്റിക്കൽ സയൻസ്. സോ ഇന്റഗ്രേറ്റഡ് MScക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടാണ്. BSc കെമിസ്ട്രി, BSc ഫിസിക്സ്, BSc മാത്തമാറ്റിക്സ്, BSc മൈക്രോബയോളജി, BSc ബയോടെക്നോളജി, ഒപ്പം തന്നെ BSc സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത്തരത്തിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എടുത്തു നോക്കുകയാണെങ്കിൽ BSc ബയോളജിയാണ് കോഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തത്. സോ ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജുകളാണ് നിങ്ങളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc പർസ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.